പരിശുദ്ധനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്, ഉണരുക. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ പറയുകയാണ്. വീണ്ടും വെളിപാട് 3-ാം അധ്യായത്തിൻ്റെ 3-ൽ പറയുകയാണ്: നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. കള്ളൻ ഏത് സമയത്താണ് വരുന്നതെന്ന് ആർക്കും അറിയുകയില്ല. അതുപോലെയാണ് ദൈവത്തിൻ്റെ ആഗമന ദിവസവും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന സമയവും ഇതുപോലെ തന്നെയാണ്. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരുമെന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. ഏത് സമയത്താണ് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുവാൻ കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ രോഗമോ ദുഃഖമോ തളർച്ചകളോ തകർച്ചകളോ വഞ്ചനയോ ചതിയോ എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സമയമുണ്ട്. അത് എപ്പോഴാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതിനാൽ നമ്മുടെ ചെയ്തികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അനുതപിക്കുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും ഇടം കൊടുക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടി അവസരമൊരുക്കുക. ഇപ്രകാരം ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് പറയുന്നത്: ഉണരുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരുമെന്നാണ് അരുളി ചെയ്യുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒരുവന് ആര് എപ്പോൾ എവിടെ വരുമെന്ന് അറിയുകയില്ല. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ മരിച്ച മനുഷ്യനെ പോലെയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൻ അറിയുകയില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വചനം പറയുന്നത്: ഉണരുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. വീണ്ടും കർത്താവ് അരുളി ചെയ്യുകയാണ്: വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ഞാൻ ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. വെള്ള വസ്ത്രം ധരിപ്പിക്കുമെന്ന് പറയുന്നത് അവനെ വിശുദ്ധിയാൽ അലങ്കരിക്കും. അവൻ്റെ ജീവിതത്തിൽ എത്ര മ്ലേച്ഛതകൾ പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിലും അനുതപിക്കുമ്പോൾ അവന് ദൈവമായ കർത്താവ് വെള്ള വസ്ത്രം ധരിപ്പിക്കും. അതായത് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകും. അവൻ്റെ നാമം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. അതായത് സ്വർഗരാജ്യത്തിന് അവൻ അവകാശിയാണ്. വെള്ള വസ്ത്രം ധരിക്കുന്നവൻ, വിശുദ്ധ വസ്ത്രം ധരിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് അവരാണ് വിജയം വരിക്കുന്നതും അവർക്കാണ് വെള്ള വസ്ത്രം നൽകുമെന്നും കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ആരാണോ അനുതപിക്കുന്നത്, ആരാണോ ഉണരുന്നത്, ആരാണോ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത്, അവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയും അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയുകയും ചെയ്യുമെന്നാണ് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം നമ്മോട് പറയുന്നത്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഹോദരങ്ങളെ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.